ഇന്ന് ഉള്ളിവട സ്നാക്സ് ആക്കാമെന്ന് വെച്ചു. അങ്ങനെ സബോള ഒരു 2 എണ്ണം എടുത്തിട്ട് ഉപ്പിട്ട് ഞാൻ വെച്ചു. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായി അത് വേർതിരിച്ച്, എന്താ വെള്ളമൊന്നും കളഞ്ഞില്ല. വെള്ളം കളയും ചിലർ, ഇതിപ്പോൾ ഞാൻ വെള്ളം കളഞ്ഞിട്ടില്ല. ആ വെള്ളത്തോടു കൂടി തന്നെ 1 ഗ്ലാസ് അരിപ്പൊടിയും, ചെറിയ ഗ്ലാസ് തന്നെ, ഒരു ചെറിയ ഗ്ലാസ് അരിപ്പൊടിയും 1/2 ഗ്ലാസ് മൈദ എടുത്തത്. പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടി, പിന്നെ പച്ചമുളക്, വേപ്പില മാത്രം ചേർത്തിട്ട് നന്നായി ഉടച്ച് ചേർത്ത് വേർതിരിഞ്ഞ് ഉള്ളിയൊക്കെ ഞാൻ ഇതിലാക്കാണ്. വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഞാൻ എന്തോരായെന്ന് ഞാൻ പറയാം. അപ്പോൾ ഉള്ളി അത് സബോള ഇങ്ങനെ വേർതിരിഞ്ഞ് കിടക്കണം കേട്ടോ, കട്ട കുത്തി കിടക്കാൻ പാടില്ല. അത് ആദ്യമേ നമ്മൾ വേർതിരിക്കും. ഇനി അതിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം അധികമായി പോകരുത്. അങ്ങനെ കുറേശ്ശെ ചേർത്ത് നമുക്ക് നന്നായി എല്ലായിടത്തും ആ ഉള്ളിയൊക്കെ ആവണ വിധത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ അധികം അരിപ്പൊടി ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ മൈദ കൊച്ചുങ്ങൾക്ക് അത്ര നല്ലതല്ലല്ലോ, അപ്പോഴേക്കുള്ളതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് മൈദ തന്നെ ചേർത്തിട്ടുണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ ഉള്ളിയും അത്ര അധികമായാലും അപ്പോൾ അരിപ്പൊടിയും അരിപ്പൊടിയാണ് അധികം ചേർത്തോണത് ഞാൻ. വെള്ളം മതിയായി അതിങ്ങനെ ഒഴുകി നിൽക്കും. അപ്പോൾ അത് വേണ്ട, അങ്ങനെ ഇത്തിരി ഇതായിട്ടെടുക്കാം, വട പോലെ എടുക്കാൻ. പിന്നെ ഇതിപ്പോൾ വേർതിരിച്ച് നമ്മൾ ഇടുക. അപ്പോൾ 2-3 എണ്ണം ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ അത് വലിയ തീയിലിട്ടിട്ട് ചെയ്യരുത്, ചെറു തീയിലിട്ടിട്ട് ആക്കിയെടുക്കണം കേട്ടോ. ഉള്ളു നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ക്രിപ്സിയായ വടയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉള്ളിയിൽ ഉപ്പിട്ടതിന് ശേഷം വീണ്ടും പൊടിയിൽ കൊണ്ടുപോയി ഉപ്പിടരുത്, കാരണം പിന്നെ ഉപ്പ് അധികമായി പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഇട്ട് കുഴച്ചതിന് ശേഷം ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കണം നമ്മൾ. അപ്പോൾ ഞാനുണ്ടാക്കിയ ഉള്ളിവടയാണത്, വളരെ ടേസ്റ്റിയായ ഉള്ളിവടയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.